പറഞ്ഞില്ലേ നീ ആകാരം ഈകാരം ഓകാരം ഒക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ മോന്ത അങ്ങനെ ഇരിക്കുന്നതിനെ പറ്റി നീ വറിയുടെ ആവിയ ചെയ്യരുത്. നമ്മൾ നല്ല ചന്തത്തോടെ ലിപ്സ്റ്റിക്ക് ഇട്ടിരുന്ന് ഒരു കാര്യമില്ല. പോന്ന് പാടുമ്പോൾ വൃത്തികേടായിരിക്കും നമുക്ക് ഫേസ് കാണാനും ശബ്ദവും. അപ്പൊ അതിന് ആ മിഡ് തുറക്കണമെന്നുണ്ടെങ്കിൽ നീ അത് ഓ ഒന്ന് തന്നെ പാടിയേ പറ്റൂ. ഈ ആ അപ്പൊ അത് ആ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതേ ഗുണം ചെയ്യത്തുള്ളൂ. രകാരം മകാരം കൂടെ ചെയ്യാം, അത്ര മതി. ഒന്ന് ലിപ് റോൾ ഒന്ന് ചെയ്തേ, ജസ്റ്റ് ഒന്ന് ചെയ്തേ. അല്ല ഇതിപ്പം നീ വണ്ടി ഓടിച്ചതല്ല. ചെയ്യോ? ആ കണ്ടോ, അപ്പൊ നീ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പെട്രോൾ ഇല്ലാത്ത ഏതോ വണ്ടി എടുത്ത് ഇത് ലിപ് റോൾ, ഇതൊക്കെ നമുക്ക് ഇത് പ്രയോജനം ചെയ്യും. ഇങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോ അയ്യേ ഇത് ഇങ്ങനെ കാണാൻ കൊള്ളൂലല്ലോ. എന്റെയൊക്കെ പ്രാക്ടീസിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഓടും ആൾക്കാർ. ചെയ്യുന്നെങ്കിൽ തുപ്പല് തെറിക്കും. എല്ലാം ഉണ്ട് മക്കളെ, അത് കുറെ എക്സസൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല ഒക്ടേവ്സ് ഒക്കെ കിട്ടും. ഒന്നുകൂടി ചെയ്യ്. ശ്രുതി കീബോർഡ് വേണമെന്ന് ഇതിനെന്തിനാ ശ്രുതി? ശ്രുതി വന്നു ചുമ്മാ എടുക്കടാ വണ്ടി. ആ ഇതിപ്പോ മറ്റേ കാറ്റ് പോയ. അപ്പൊ ഇത് DRR അടിച്ച ഓട്ടെ മേളോട്ടോട്ടെ. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മോനെ നമ്മൾ അതൊക്കെ ചുമ്മാ ട്രൈ ചെയ്യണം കേട്ടോ. ശരി സാർ. ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ആ എ ഇ ഓ രാവിലെ ഒരു കരാട്ടെ ക്ലാസ് തന്നെ ആവട്ടെ വീട്ടില്.